കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിലെ പ്രതികൾ സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജു. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന കോളേജ് യൂണിയൻ ചെയർപേഴ്സന്റെ താക്കീത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേർന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഓരോ ദിവസവും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. വളരെ പൈശാചികമായ പീഡനത്തിനൊടുവിൽ ഇതാ നമ്മളെ മറ്റൊരു തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതെന്ന് വേണം പറയാൻ. ഈ സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജും ഇക്കാര്യത്തിൽ ഉൾപ്പെടുന്നു എന്നത്. മോത്തി, ഈ പ്രതികൾ 5 പ്രതികളാണ് ആകെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ ഒരു പ്രതി മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള രാഹുൽ രാജ്, ഇയാൾ CPM-ന്റെ അനുകൂല സംഘടനയായിട്ടുള്ള കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നേഴ്സസ് അസോസിയേഷൻ, ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത്. ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഈ സംഘടനയുടെ പ്രവർത്തകരിൽ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് വന്ദനദാസിന്റെ ഈ കൊലപാതക കേസ്, അന്നത്തെ ആ സംഭവത്തിലൊക്കെ തന്നെ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ വലിയൊരു പ്രതിഷേധമൊക്കെ നടത്തിയ ആളാണ് ഇപ്പോൾ പ്രതിയായി കഴിയുന്നത്. അതേസമയത്ത് തന്നെ ഈ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികളോട് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ 5 പ്രതികൾ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിൽ കഴിയുകയാണ്. പോലീസ് വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ഈ 5 വിദ്യാർത്ഥികളും 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. നോക്കി. ശരി ഷിനോജ്, മാധ്യമങ്ങളോട് ഇക്കാര്യമൊന്നും പറയരുത് എന്ന താക്കീത് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികളോട്. ഇക്കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് നേരത്തെ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുകയും ചെയ്തു. ഈ കോളേജ് യൂണിയന്റെ ഈ ഇടപെടൽ, റാഗിങ്ങിലെ പൈശാചികമായ കാര്യങ്ങൾ, ഇതൊക്കെ റാഗിങ്ങിനെതിരെ ശക്തമായ നിയമമുള്ള നാടല്ലേ ഇത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ഒറ്റ കാര്യമേ ഉള്ളൂ, റാഗിങ്ങിനെതിരെ ശക്തമായ നിയമം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ നിയമത്തിനെതിരായി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതും. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. ഷിനോജിന് നല്ല ദിവസം ആശംസിക്കുന്നു.